ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങളിത് പറഞ്ഞല്ലോ, അന്വേഷണങ്ങൾ പ്രഹസനമാണ്. അതായത് ഭരണകക്ഷി MLA ഉന്നയിച്ച ആരോപണങ്ങളിൽ പകുതി കാര്യങ്ങൾ അന്വേഷിക്കുമെന്ന് പറഞ്ഞു, പകുതി കാര്യം അന്വേഷിക്കില്ല എന്ന്. അത് തന്നെ ഇരട്ടത്താപ്പല്ലേ. അജിത് കുമാറിനെതിരെ അന്വേഷിക്കും, ശശിക്കെതിരെ അന്വേഷിക്കില്ല എന്ന് പറഞ്ഞു. അജിത് കുമാറിനെതിരെ അന്വേഷിക്കാൻ ആരെയാണ്? DGPയെ നിയോഗിച്ചു. അതിൻ്റെ കീഴെ അദ്ദേഹത്തിൻ്റെ കീഴുദ്യോഗസ്ഥന്മാരെ നിയമിച്ചു. പൂരം കലക്കിയത് അന്വേഷിക്കാൻ പൂരം കലക്കിയ ആൾ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ട് വന്നു. പൂരം കലക്കിയ ആൾ, കലക്കാൻ ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കിയ ആൾ, കമ്മീഷണർ കൊടുത്ത പോലീസ് മാനേജ്മെൻറ്റ് പ്ലാൻ ബ്ലൂ പ്രിൻ്റ് മാറ്റിവെച്ച് ഈ പ്ലാൻ നടപ്പാക്കണം എന്ന് ആവശ്യപ്പെട്ട അഡീഷണൽ DGP ലോ ആൻഡ് ഓർഡർ അദ്ദേഹം പൂരം കലക്കാനുള്ള ബ്ലൂ പ്രിൻ്റാണ് കൊടുത്തത്. BJPയെ ജയിപ്പിക്കാൻ വേണ്ടി. അതെല്ലാം വ്യക്തമായി ഞങ്ങൾ ഉന്നയിച്ച ആക്ഷേപങ്ങളാണതെല്ലാം. എന്നിട്ട് ആളെ കൊണ്ട് തന്നെ അന്വേഷിപ്പിച്ചു. അവിടെയാണ് ഇപ്പോൾ DGP പറയുന്നു, ആമുഖ കത്ത് കൊടുത്ത് ഇത് ശരിയല്ല ഈ റിപ്പോർട്ട്, ഹോം സെക്രട്ടറി തള്ളി എന്ന് പറയുന്നു. ഞങ്ങൾ ആവശ്യപ്പെട്ടു പൂരം കലക്കിയത് ജുഡീഷ്യൽ അന്വേഷണം വേണം, നമ്മൾ ആവശ്യപ്പെട്ടാണ്. ഞാൻ ഇതിന് നേരത്തെ മറുപടി പറഞ്ഞു. ഈ ചോദ്യത്തിന് മുഖ്യമന്ത്രി 1 മണിക്കൂർ 40 മിനിറ്റ് പത്രസമ്മേളനം നടത്തി. അന്ന് മുഖ്യമന്ത്രിയുടെ മറുപടി പ്രതിപക്ഷത്തിന് നേരെ അല്ലായിരുന്നു മറുപടി. അൻവറിനെ മുന്നിൽ നിർത്തി മുഖ്യമന്ത്രിക്കെതിരെയായി ഒരു പടയൊരുക്കം പാർട്ടിയിൽ നടക്കുന്നു എന്ന രീതിയിലാണ് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത്. പ്രതിപക്ഷത്തിനോടല്ല മറുപടി പറഞ്ഞത്. ഇത് പാർട്ടിയിൽ നടക്കുന്ന പ്രശ്നമാണ്, CPMൽ നടക്കുന്ന പ്രശ്നമാണ്. ആർക്കാ അറിയാൻ പാടില്ലാത്ത? ഞാൻ ഒരു കാര്യം ഞാൻ പറയല്ലേ, നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയല്ലേ, അത് കേൾക്കാനുള്ള ക്ഷമ കാണിക്കും. അവിടെ എന്താ ചെയ്തത്? ആരാണ് ഡിഫെൻഡ് ചെയ്യാൻ വന്നത്? ആകെ പൊതുമരാമത്ത് മന്ത്രി മാത്രമാണ് ഡിഫെൻഡ് ചെയ്യാൻ വന്നത്, മുഖ്യമന്ത്രിയെ ഡിഫെൻഡ് ചെയ്യാൻ വന്നത്. മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായി ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് CPMൽ നിന്ന് ആരാണ് രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയത്? മുഖ്യമന്ത്രിയെ ആരാ ഇറങ്ങിയത്? ഏതെങ്കിലും മന്ത്രിമാർ പറഞ്ഞോ? പൊതുമരാമത്ത് മന്ത്രി പറഞ്ഞു, അല്ലാതെ ഏതെങ്കിലും മന്ത്രി പറഞ്ഞോ? ആരാ? ഞാൻ ചോദിക്കട്ടെ, VS അച്യുതാനന്ദനോട് ഈ ആനുകൂല്യം കാണിച്ചിട്ടുണ്ട്, ഈ അൻവറിനോടുള്ള ആനുകൂല്യം, ഭരണകക്ഷി MLAയോടുള്ള ആനുകൂല്യം. VS അച്യുതാനന്ദൻ ബക്കറ്റിലെ വെള്ളമാണെന്നാണ് പറഞ്ഞത്. കടലിലെ വെള്ളവും ബക്കറ്റിലെ വെള്ളവും തമ്മിലുള്ള വ്യത്യാസമാണ് പറഞ്ഞത്. VS അച്യുതാനന്ദനോട് കാണിക്കാത്ത ആനുകൂല്യം ഈ ഭരണകക്ഷി MLAയോട് കാണിക്കുന്നത് അദ്ദേഹത്തെ പേടിച്ചിട്ടാണ്. അയാൾ വേറെ എന്തോ പറയുമെന്ന് ഭയപ്പെട്ടിട്ടാണ്. ഭയന്നാണ് മറുപടി. CPM ആണോ പറഞ്ഞത്? അഭ്യർത്ഥിക്കുന്നു, താങ്കൾ ഇനി ദയവ് ചെയ്ത്, എത്ര ദിവസം, 15 ദിവസം കഴിഞ്ഞപ്പോൾ താങ്കൾ ഇനി ദയവ് ചെയ്ത് പത്രസമ്മേളനം നടത്തി ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അഭ്യർത്ഥിക്കുന്നുവെന്ന്. ഈ ഒരു അഭ്യർത്ഥന VS അച്യുതാനന്ദനോട് കാണിച്ചോ? അപ്പോൾ ഇയാളെ ഭയമാണ്. ഈ ഭരണകക്ഷി MLA ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ടല്ലേ, ഞാൻ തുറന്നു പറയുന്നു, ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ അദ്ദേഹം തുറന്നു പറയും എന്ന് ഭയന്നാണ് ജീവിക്കുന്നത്. ഭയമാണ് സർക്കാരിനെ ഭരിക്കുന്നത്, ഭയം. അതാണ് ഈ സോഫ്റ്റ് ആയിട്ടുള്ള വാക്കുകൾ. CPM ഒരിക്കലും ഉപയോഗിക്കാത്ത വാക്കുകളാണ്. CPMൻ്റെ ഭാഷ അറിയാമല്ലോ. ചന്ദ്രശേഖരൻ്റെ സ്റ്റിക്കർ, കാറിലുണ്ടായിരുന്ന സ്റ്റിക്കർ. എന്താ ആക്രമണമാണ്? ആരാ ആക്രമിച്ചേക്കുന്നത്? എല്ലാവരും ഇത് പാർട്ടിക്കെതിരെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടില്ല. ഇപ്പോഴല്ലേ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് എന്താ സംഭവിച്ചത്? അദ്ദേഹം ഇപ്പോഴും തുടരുകയല്ലേ. അദ്ദേഹം ഇന്ന് പറഞ്ഞു അദ്ദേഹം പാർലമെൻ്ററി പാർട്ടി മെമ്പറായി തുടരും, അദ്ദേഹം LDF തുടരും. ഇത് പറഞ്ഞ ആൾ LDF തുടരുകയല്ലേ. അല്ലല്ല, ഞങ്ങൾ വിഷയമുണ്ടല്ലോ, വിഷയത്തിന് പിന്തുണയുണ്ട്. കാരണം ഞങ്ങൾ ഉന്നയിച്ച വിഷയമാണ്, ഞങ്ങളെങ്ങനെ പിന്തുണയ്ക്കാതിരിക്കുന്നത്? നിങ്ങൾ ചോദിക്കുക, ഈ പറയുന്ന ഏതെങ്കിലും കാര്യം ഞങ്ങൾ പറയാത്തൊരു കാര്യമുണ്ടോ? ഞാൻ ചാലഞ്ച് ചെയ്യുന്നു, നിങ്ങളെയല്ല, ഞങ്ങൾ പറയാത്ത ചില ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഇപ്പോഴാണ് പ്രതിപക്ഷം. ഈ പ്രതിപക്ഷം പറയാത്ത ഏതെങ്കിലും ഒരു വാചകം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ പറഞ്ഞാണ്. അല്ല, ഞങ്ങൾ ഈ സബ്ജക്റ്റിന് ഞങ്ങളുണ്ട്, അല്ലാതെ വ്യക്തിപരമായിട്ട് ഞങ്ങൾ അദ്ദേഹത്തിന് ഉള്ള പിന്തുണയെക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ചിട്ടില്ല. കാരണം 2 കാര്യമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. 2 കാര്യമുണ്ട്. എന്തുകൊണ്ടാണ്? അദ്ദേഹം LDFലെ പാർലമെൻ്ററി പാർട്ടി അംഗമായി തുടരുകയാണ്.
അദ്ദേഹം LDFിലാണ്. അപ്പോൾ ഞങ്ങളത് ചർച്ച ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന് ഇത് കാര്യം ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. ഞങ്ങൾ ചർച്ച ചെയ്യേണ്ട അവസരം വരുമ്പോൾ ഞങ്ങൾ ചർച്ച ചെയ്യും. അല്ല, അത് ഞങ്ങൾ ആ സമയത്തല്ലേ ചർച്ച ചെയ്യണത്. ഞങ്ങൾ ചർച്ച ചെയ്തതിലൂടെ തീരുമാനം എടുക്കും. ആ സമയത്തല്ലേ. ഇപ്പം അതിന് പ്രസക്തിയില്ല.